പ്രീവിയസ് ലെക്ചറിൽ നമ്മൾ എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ് എന്താണെന്ന് പഠിച്ചു. ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക് കമ്പോണൻസിനെ പറ്റിയാണ്. അതിൽ റെസിസ്റ്റേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇലക്ട്രോണിക് കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഈ ട്രാൻസിസ്റ്റേഴ്സ്, റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്റ്റേഴ്സ്, ഐസീസ്. സോ ഇതെല്ലാം ഇലക്ട്രോണിക് കമ്പോണൻസ് ആണ്. നമ്മളിതിനെ ജനറലി കാറ്റഗറൈസ് ചെയ്യുന്നത് ആക്റ്റീവ് കമ്പോണൻസ് ആൻഡ് പാസീവ് കമ്പോണൻസ്, ഇങ്ങനെയാണ് നമ്മൾ ജനറലായിട്ട് അതിനെ categorize ചെയ്യുന്നത്. So എന്താണ് ആക്റ്റീവ് കമ്പോണൻസ്? ആക്റ്റീവ് കമ്പോണൻസ് മീൻസ് the devices or the electronic components which are capable of amplifying or processing electrical signals by themselves. So അങ്ങനെ ഒരു capability ഉള്ള കമ്പോണൻസിനെയാണ് ആക്റ്റീവ് കമ്പോണൻസ് എന്ന് പറയുന്നത്. They are generally active. So they are capable of amplifying or processing electrical signals. Such electronic components are known as active components. For example, transistors. So നമുക്കറിയാം ട്രാൻസിസ്റ്റേഴ്സിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ ആംപ്ലിഫിക്കേഷൻ ആണ്. സോ ട്രാൻസിസ്റ്റർ ഉണ്ടെങ്കിൽ മാത്രമേ അത് ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. സോ ആക്റ്റീവ് കമ്പോണൻസിന് എക്സാമ്പിളാണ് ട്രാൻസിസ്റ്റേഴ്സ്, ഐസീസ് എക്സെട്ര. സോ ആംപ്ലിഫൈയിങ് ഓർ പ്രോസസ്സിങ് ഇലക്ട്രോണിക് കമ്പോണൻസ്, അതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കമ്പോണൻസ് വിച്ച് ആർ കേപ്പബിൾ ഓഫ് ആംപ്ലിഫൈയിങ് ആൻഡ് പ്രോസസ്സിങ് ഇലക്ട്രിക്കൽ സിഗ്നൽസ്. സച്ച് ഇലക്ട്രോണിക് കമ്പോണൻസ് ആർ നോൺ ആസ് ആക്റ്റീവ്. സോ അപ്പോൾ എന്താണ് പാസീവ് എന്ന് നമുക്ക് അതിനകത്ത് തന്നെ പറയാം. വിച്ച് ആർ നോട്ട് കേപ്പബിൾ ഓഫ് ആംപ്ലിഫൈയിങ് ഓർ പ്രോസസ്സിങ് ആൻഡ് ഇലക്ട്രിക്കൽ സിഗ്നൽ ബൈ ദംസെൽസ്. സോ സ്വന്തമായിട്ട് അങ്ങനൊരു പ്രോസസ്സിങ് കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഒരു ആംപ്ലിഫൈയിങ് കേപ്പബിലിറ്റി ഇല്ലാത്ത ഇലക്ട്രോണിക് കമ്പോണൻസിനെ നമുക്ക് പാസീവ് കമ്പോണൻസ് എന്ന് പറയാം. സോ നമുക്ക് അതിന് എക്സാമ്പിൾസ് ആണ് റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്റ്റേഴ്സ്. സോ ഇങ്ങനെയുള്ള കമ്പോണൻസിനെ നമ്മൾ പാസീവ് കമ്പോണൻസ് എന്നും പറയും. സോ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് പാസീവ് കമ്പോണൻസിനെ കുറിച്ചാണ്. പാസീവ് കമ്പോണൻസിൻ്റെ ടൈപ്സ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ഇതിൻ്റെ കളർ കോഡിങ്, ഇതിനൊക്കെയാണ് നമ്മൾ ഫസ്റ്റിലെ പഠിക്കാൻ പോകുന്നത്. അതിനുശേഷമാണ് നമ്മൾ ആക്റ്റീവ് കമ്പോണൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ആക്റ്റീവ് കമ്പോണൻറ്റിലേക്ക് പോവാം. ഫസ്റ്റ് പാസീവ് കമ്പോണൻറ്റ്, ദാറ്റ് ഈസ് റെസിസ്റ്റർ. സോ വാട്ട് ആർ റെസിസ്റ്റേഴ്സ്? റെസിസ്റ്റേഴ്സ് എന്താണെന്ന് നോക്കാം. റെസിസ്റ്റേഴ്സ് മീൻസ് they are passive component or they are electronic component used to oppose the flow of current. സോ ഒരു സർക്യൂട്ടിൽ നമ്മൾ ഈ ഒരു യൂസിന് വേണ്ടി, അല്ലെങ്കിൽ they are electronic components which are useful for opposing the flow of current, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് കമ്പോണൻസിനെയാണ് നമ്മൾ റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് മീൻസ് ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ റെസിസ്റ്റർ ടു ഒപ്പോസ് ദ ഫ്ലോ ഓഫ് കറണ്ട്. സോ റെസിസ്റ്റർ എന്താണ്, റെസിസ്റ്റൻസ് എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി ഇതാണ് സിമ്പൽ ഓഫ് റെസിസ്റ്റർ. ഒരു റെസിസ്റ്ററിൻ്റെ സിമ്പലാണ് ഈ കൊടുത്തേക്കുന്നത്. ദെൻ റെസിസ്റ്റൻസിൻ്റെ ഒരു ഫോമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A. സോ റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയാണ്, L എന്ന് പറയുന്നത് ലെങ്ത് ആണ്, A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. സോ ലെങ്ത് ഓഫ് ദാറ്റ് മെറ്റീരിയൽ, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ യൂസ് ചെയ്യുന്ന റെസിസ്റ്റീവ് മെറ്റീരിയലിൻ്റെ ലെങ്ത് L, റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി, A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. നമുക്കിതിൻ്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓം ആണ് യൂണിറ്റ്. ദെൻ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. സോ ഓം മീറ്റർ. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ റെസിസ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് അറിയണം. സോ റെസിസ്റ്റേഴ്സ് ആർ ഇലക്ട്രോണിക് കമ്പോണൻസ് യൂസ് ടു ഒപ്പോസ് ദ ഫ്ലോ ഓഫ് കറണ്ട്. Then resistance means it is a property of a conductor or a resistor to oppose the flow of current flowing through it. So ഇതാണ് റെസിസ്റ്റേഴ്സിൻ്റെ ബേസിക് കാര്യങ്ങൾ. ദെൻ നമുക്കതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. വാട്ട് ആർ ദ സ്പെസിഫിക്കേഷൻസ് ഓഫ് റെസിസ്റ്റർ? അതിനകത്ത് ഫസ്റ്റ് വൺ resistance value, then tolerance, wattage rating or power rating, temperature coefficient of resistance, voltage coefficient of resistance, voltage rating. അതിൽ ഫസ്റ്റ് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസിസ്റ്റൻസ് വാല്യൂ, ടോളറൻസ്, വാട്ടേജ് റേറ്റിംഗ്. സോ നമുക്ക് ഓരോന്ന് ഡിഫൈൻ ചെയ്യാം. റെസിസ്റ്റൻസ് വാല്യൂ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്റൻസ് വാല്യൂ, സോ
ഒരു റെസിസ്റ്റർ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് അതിൻ്റെ വാല്യൂ തന്നെയാണ്. സോ 1 കിലോ ഓം, 1K റെസിസ്റ്റർ അല്ലെങ്കിൽ 1 ഓം റെസിസ്റ്റർ. സോ ഇങ്ങനെ വാല്യൂ അറിഞ്ഞാൽ മാത്രമേ നമുക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റൂ. സോ ഈ വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് കളർ കോഡിങ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ അതിൻ്റെ ബോഡിയിൽ തന്നെ അത് ചിലപ്പോൾ അത് എഴുതിയിരിക്കും. സോ അങ്ങനെയുള്ള റെസിസ്റ്റേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ദ വാല്യൂ ഓഫ് റെസിസ്റ്റർ എക്സ്പ്രസ്ഡ് ഇൻ ഓംസ്. ഓം മീൻസ് കിലോ ഓം ആവും, മെഗാ ഓം, എങ്ങനെ വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാവുന്ന റെസിസ്റ്റേഴ്സ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. സോ ദ വാല്യൂ ഓഫ് റെസിസ്റ്റർ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ഓംസ് ആൻഡ് ദ റെസിസ്റ്റൻസ് വാല്യൂ ഈസ് എയ്തർ ഡിറ്റർമിൻഡ് ബൈ color coding. So it is determined by color coding or the value may be written on the body of the resistor. So ഇങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് സ്പെസിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞത് ടോളറൻസ് ആണ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്പെസിഫിക്കേഷൻസ് ആണ്. ദെൻ ടോളറൻസ് ഇറ്റ് ഈസ് ദ allowed variation. It is a maximum allowed variation. It is a maximum allowed variation of resistance value. From its original value. ഒറിജിനൽ വാല്യൂവിൽ നിന്നും എത്ര ഡീവിയേഷൻസ് വരാം എന്ന് ഒരു മാനുഫാക്ചറർ ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു ടോളറൻസ് വെച്ചിട്ടാണ്. നമ്മളത് യൂഷ്വലി എക്സ്പ്രസ് ചെയ്യുന്നത് പെർസെൻറ്റേജിലാണ്. +or-5%, +or-10%, +or-20%. ഈ രീതിയിലാണ് ടോളറൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്. പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണ് 100 ഓം റെസിസ്റ്റർ വിത്ത് ടോളറൻസ് ഓഫ് +or-10%. ഇങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ 100 ഓം എന്ന് പറയുന്നതിൻ്റെ ഒറിജിനൽ വാല്യൂ ആണ്. 10% മീൻസ് ദ ടോളറൻസ് വാല്യൂ. സോ ദ റെസിസ്റ്റർ വാല്യൂ ക്യാൻ ചേഞ്ച് +10% ഓർ ദ റെസിസ്റ്റൻസ് വാല്യൂ ക്യാൻ ചേഞ്ച് ടു -10%. ഈ ഒരു റേഞ്ചിലായിരിക്കും ഇതിൻ്റെ വാല്യൂ അവൈലബിൾ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ മാക്സിമം അലൗഡ് വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് വാല്യൂ ഫ്രം ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ. ഒറിജിനൽ വാല്യൂവിൽ നിന്നും 10%, അതതിൻ്റെ മാക്സിമം റേഞ്ചാണ്. ഒറിജിനൽ വാല്യൂവിൽ നിന്നും 10% എന്നുള്ളത് -10% എന്നുള്ളത് അതിൻ്റെ മിനിമം വാല്യൂ ആണ്. സോ ഈ രീതിയിലാണ് നമ്മൾ ടോളറൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പാരാമീറ്റർ അല്ലെങ്കിൽ നെക്സ്റ്റ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് പവർ റേറ്റിംഗ് ഓർ വാട്ടേജ് റേറ്റിംഗ്. സോ ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ maximum power that a resistor can dissipate safely. So it is a maximum power that a resistor can dissipate safely. So ഇപ്പോൾ നമ്മളൊരു റെസിസ്റ്റർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു 1 വാട്ട് റെസിസ്റ്റർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദെൻ ഇതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് 1 ഓം ആണ്. 1 ഓം ആണെങ്കിൽ ഇതിനകത്തൂടെ ഫ്ലോ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ കറണ്ട് ആയിരിക്കും. സോ നമുക്ക് പവറിൻ്റെ എക്സ്പ്രഷൻ അറിയാം, P = I²R. സോ ഇതാണ് പവറിൻ്റെ ഇക്വേഷൻ. സോ 1 വാട്ട് റെസിസ്റ്റർ മീൻസ് റെസിസ്റ്റൻസ് 1 ഓം ആണ്. 1 ഓം ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് I എന്തായിരിക്കണം? I 1 ആംപിയർ ആയിരിക്കണം. സോ ദ മാക്സിമം കറണ്ട് ദാറ്റ് ക്യാൻ ഫ്ലോ ത്രൂ ദ റെസിസ്റ്റർ ഈസ് 1 ആംപിയർ. സോ അത് വെച്ചിട്ടാണ് പവർ റേറ്റിംഗ് ഡിഫൈൻ ചെയ്യുന്നത്. സോ നമ്മൾ ആ പവർ ഡിസിപ്പേഷൻ കണ്ടുപിടിക്കുന്ന ഫോർമുലയും കൂടെ അറിഞ്ഞിരിക്കണം. P = ജനറൽ പവർ ഇക്വേഷനാണ് I²R. സോ ഇറ്റ് ഈസ് എ മാക്സിമം പവർ ദാറ്റ് എ റെസിസ്റ്റർ ക്യാൻ ഡിസിപ്പേറ്റ് സേഫ്ലി. സോ പവർ ഡിസിപ്പേഷൻ ഇക്വേഷൻ ഈസ് P = I²R. സോ അതുപോലെ തന്നെ നമ്മളൊരു റെസിസ്റ്റർ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വാട്ടേജ് റേറ്റിംഗ് അതിൻ്റെ സൈസുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. സോ ഒരു ലാർജ് സൈസായിട്ടുള്ള ഒരു റെസിസ്റ്റർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വാട്ടേജ് റേറ്റിംഗ് കൂടുതലായിരിക്കും. സ്മോൾ സൈസ് റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ അതിൻ്റെ വാട്ടേജ് റേറ്റിംഗ് ജനറലി കുറവായിരിക്കും. സോ ദ ഫിസിക്കൽ സൈസ് ഓഫ് എ റെസിസ്റ്റർ ഗീവ്സ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് വാട്ടേജ് റേറ്റിംഗ്.
സോ നമ്മൾ അതിൻ്റെ ഫിസിക്കൽ സൈസ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ വാട്ടേജ് റേറ്റിംഗ് കൂടുതലാണോ കുറവാണോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് പവർ റേറ്റിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് അപ്പം ആ ഫസ്റ്റ് 3 ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സ്പെസിഫിക്കേഷൻസ്. ദെൻ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഉണ്ട്. സോ റെസിസ്റ്റൻസ് വാല്യൂ ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് വാല്യൂവിന് ചേഞ്ചസ് വരും. ദെൻ അതുപോലെ തന്നെ വോൾട്ടേജ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. സോ ഇറ്റ് ഈസ് ഓൾസോ വോൾട്ടേജ് ഡിപ്പെൻഡൻ്റ് ആണ് റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ എന്താണ് സ്പെസിഫിക്കേഷൻസ് ആണ്. വോൾട്ടേജ് റേറ്റിംഗ് മീൻസ് ഇറ്റ് ഈസ് എ മാക്സിമം വോൾട്ടേജ് that can be applied across a resistor. So voltage rating means it is a maximum voltage that can apply across a resistor. So ഇതാണ് നമ്മുടെ സ്പെസിഫിക്കേഷൻസ്. ഈ 6 സ്പെസിഫിക്കേഷൻസും അറിഞ്ഞിരിക്കണം. അതിനകത്ത് ഫസ്റ്റ് 3 സ്പെസിഫിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇതിനെയൊക്കെ നമ്മൾ ജനറലി ക്ലാസിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻഡക്റ്റേഴ്സ്, ഇതിനെയൊക്കെ നമ്മൾ ജനറലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ഫിക്സഡ് ടൈപ്പ് ആൻഡ് വേരിയബിൾ ടൈപ്പ്. സോ ഫിക്സഡ് റെസിസ്റ്റർ മീൻസ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റർ ഡസ് നോട്ട് ചേഞ്ച്. വാല്യൂ ഓഫ് റെസിസ്റ്റർ ഈസ് ഓൾവേസ് ഫിക്സഡ്. വാല്യൂ ഓഫ് റെസിസ്റ്റർ ഈസ് ഫിക്സഡ്. ദെൻ വേരിയബിൾ റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് വാല്യൂ ക്യാൻ ബി വേരിഡ്. Resistance value can be varied. So fixed resistors അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. വേരിയബിൾ റെസിസ്റ്റേഴ്സിനും ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. സോ നമുക്കിതിൻ്റെ കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ശരിക്കും ആവശ്യമില്ല. ദെൻ അതിൻ്റെ സ്പെസിഫിക്കേഷൻസും അതിൻ്റെ ആപ്ലിക്കേഷൻസും അതുമാണ് നമുക്ക് ഓരോന്നിൻ്റെയും പഠിക്കാനുള്ളത്. സോ ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് മീൻസ് ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് fixed resistors and variable resistors. Again this fixed resistors, so ഒരു വേരിയബിൾ റെസിസ്റ്ററിൻ്റെ സിമ്പലൂടെ വരച്ച് കാണിക്കാം. സോ ഇതാണ് സിമ്പൽ ഓഫ് വേരിയബിൾ റെസിസ്റ്റർ. സോ ഒരു ആരോയും കൂടെ റെപ്രസെൻറ്റ് ചെയ്യണം. സോ എൻ്റെ മീനിങ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് വാല്യൂ ക്യാൻ ബി ചേഞ്ച്ഡ്. സോ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫിക്സഡ് റെസിസ്റ്റേഴ്സ് ആണ്. ഫിക്സഡ് റെസിസ്റ്റേഴ്സിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. Carbon composition, then wire wound resistors, then metal film, fourth one carbon film. So carbon composition, wire wound, metal film, carbon film. സോ ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസും നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ വേരിയബിൾ റെസിസ്റ്റേഴ്സിനെ, സോ ഫിക്സഡ് ആണ്, ഫിക്സഡിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് വേരിയബിൾ റെസിസ്റ്റേഴ്സിനെയും ക്ലാസിഫൈ ചെയ്യാം. വേരിയബിൾ റെസിസ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ആദ്യം ഫിക്സഡ് പഠിച്ചിട്ട് ദെൻ വേരിയബിൾ റെസിസ്റ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനിലോട്ട് പോകാം. വേരിയബിൾ റെസിസ്റ്റേഴ്സിനെ ശരിക്കും പൊട്ടൻഷ്യോമീറ്റർ, then rheostat, then preset. സോ ഇങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് വേരിയബിൾ റെസിസ്റ്റേഴ്സിനെ. സോ വേരിയബിൾ. സോ നമുക്ക് ആദ്യം ഫിക്സഡ് റെസിസ്റ്റേഴ്സിലേക്ക് പോകാം. ഫിക്സഡ് റെസിസ്റ്റേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫസ്റ്റ് വൺ കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ. സോ ഇതൊരു കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്ററിൻ്റെ ഇന്നർ സ്ട്രക്ചറാണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് അധികം പഠിക്കണ്ട. സോ ശരിക്കും ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്, സോ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് കണ്ടക്റ്റിംഗ് കാർബൺ പാർട്ടിക്കിൾസ് ആൻഡ് നോൺ കണ്ടക്റ്റിംഗ് ബൈൻഡർ. സോ പേരിനകത്ത് തന്നെ ഉണ്ട് കാർബൺ കോമ്പോസിഷൻ മീൻസ് ഇറ്റ് ഈസ് എ കോമ്പോസിഷൻ ഓഫ് കാർബൺ ആൻഡ് സം നോൺ കണ്ടക്റ്റിംഗ് ബൈൻഡിങ് മെറ്റീരിയൽസ്. സോ ഇതായിരിക്കും ഇവിടുത്തെ റെസിസ്റ്റീവ് എലമെൻ്റ് എന്ന് പറയുന്നത്. ദെൻ ഇത് നമ്മൾ എൻക്ലോസ് ചെയ്തേക്കുന്ന ഒരു മോൾഡഡ് കേസിലാണ്. ഹ്യൂമിഡിറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക നമ്മളൊരു മെക്കാനിക്കൽ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മളൊരു മോൾഡഡ് കേസസിലാണ് ഇത് വെക്കുന്നത്. ഇതിന് പുറത്ത് കളർ കോഡിങ് കാണും. ദെൻ ഈ ലീഡ്സ് വരുന്നത് നമ്മുടെ ആ ഒരു റെസിസ്റ്റീവ് പാർട്ടിയിൽ നിന്നാണ് ലീഡ്സ് വരുന്നത്. ലീഡ്സ് എംബഡഡ് ഇൻ കാർബൺ കോമ്പോസിഷൻ ആൻഡ് മോൾഡഡ് മോഡ്യൂൾ. സോ അവിടെ നിന്നാണ് നമ്മുടെ ലീഡ്സ് വരുന്നത്, 2 ടെർമിനൽസ് വരുന്നത്. പൊളാരിറ്റി ഒന്നുമില്ല, റെസിസ്റ്റേഴ്സിന് പൊളാരിറ്റി ഇല്ല. സോ ഇതാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ.
ദെൻ ശരിക്കും ഇങ്ങനെ വരും അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. It is obtained by mixing carbon powder and insulating binding material. So binding materials ആയിട്ട് യൂസ് ചെയ്യുന്നത് സിലിക്ക, സിന്തറ്റിക് റെസിൻ ഇതൊക്കെയാണ്. സോ ഇതാണ് ശരിക്കും അതിൻ്റെ കൺസ്ട്രക്ഷൻ. സോ the value of resistance is determined by the amount of carbon. സോ ആ കാർബൺ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ. ദെൻ അതുപോലെ തന്നെ നമുക്ക് ലീഡ്സ് ആയിട്ട് നമ്മൾ ടിൻഡ് കോപ്പർ വയേഴ്സ് ആണ് ലീഡ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ ആപ്ലിക്കേഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആപ്ലിക്കേഷനും സ്പെസിഫിക്കേഷൻസും നമ്മൾ പഠിച്ചു വെക്കണം. ദീസ് ആർ യൂസ്ഡ് ഇൻ പവർ സപ്ലൈസ്, വെൽഡിംഗ് കൺട്രോൾസ് എക്സെട്ര. ദെൻ റെസിസ്റ്റൻസിൻ്റെ റേഞ്ച് പറയുന്നത് 1 ohm to 22 mega ohm ആണ്. ടോളറൻസ് 5% to 20% പ്ലസ് ഓർ മൈനസ്. ദെൻ വാട്ടേജ് റേറ്റിംഗ്, ഇത് സ്മോൾ വാല്യൂ റെസിസ്റ്റേഴ്സ് ആണ്, സ്മോൾ വാട്ടേജ് റേറ്റിംഗ് റെസിസ്റ്റേഴ്സ് ആണ്. 1/8 സ്മോൾ റെസിസ്റ്റേഴ്സ് ആണ്. അതിൻ്റെ വാട്ടേജ് റേറ്റിംഗ് വളരെ കുറവാണ്. 1/8 watt to 2 watt റെസിസ്റ്റേഴ്സ് ആണ്. നമ്മളതിൻ്റെ സ്പെസിഫിക്കേഷൻസ് 1/8, 1/4, 1/2, 1, 2 watt ഇത്രയും ടൈപ്പായിട്ട് നമുക്ക് അവൈലബിൾ ആണ് റെസിസ്റ്റേഴ്സ്. സോ ഇത് മൂന്നും അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ്. ഇത് അതിൻ്റെ ആപ്ലിക്കേഷനാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ് ആണ്. സോ ഇത് ലാർജ് അല്ലെങ്കിൽ ഒരു ഹൈ സൈസ് റെസിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആ പേരിനകത്തിനുണ്ട്, വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ്. സോ ഇവിടെ റെസിസ്റ്റീവ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ആ വയർ ആയിരിക്കും. ഇവിടെ നമ്മളൊരു നിക്രോം കോയിൽ കാണിക്കുന്നുണ്ട്. സോ ആ നിക്രോം കോയിലാണ് ഇവിടുത്തെ റെസിസ്റ്റീവ് മെറ്റീരിയലായിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് പറയാം, ദ ലെങ്ത് ഓഫ് വയർ വൗണ്ട് അറൗണ്ട് ആൻ ഇൻസുലേറ്റിംഗ് സിലിണ്ട്രിക്കൽ കോർ. ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന് ചുറ്റും ഇത് ഇങ്ങനെ വൗണ്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ആ വയറാണ് അവിടുത്തെ റെസിസ്റ്റീവ് മെറ്റീരിയൽ. സോ കോൺസ്റ്റൻ്റ് ആൻഡ് മാംഗനൈൻ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ഇറ്റ് ഈസ് കോട്ടഡ് വിത്ത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ സച്ച് ആസ് ബേക്ക്ഡ് ഇനാമൽ ഫോർ. സോ ഇതിന് ഒരു മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ നമ്മൾ നേരത്തെ കണ്ട റെസിസ്റ്റർ പോലെ തന്നെ ഇവിടെയും നമ്മൾ എക്സ്റ്റേണലായിട്ടൊരു മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. സോ ഇതാണ് വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ്. ദെൻ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് 1 ohm to 100 kilo ohm ആണ്. നേരത്തെ പറഞ്ഞതിൻ്റെ 22 mega ohm വരെയാണ്. ഇത് 100 kilo ohm റേഞ്ചിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, 1 ohm തൊട്ട്. ദെൻ ടോളറൻസ് 5% വരെയാണ്. ദെൻ വാട്ടേജ് റേറ്റിംഗ് 3 watt to 200 watt. സോ ദിസ് ഹൈ സൈസ് റെസിസ്റ്റേഴ്സ്. സോ 200 watt വരെ അവൈലബിൾ ആണ് വാട്ടേജ് റേറ്റിംഗ്. ദെൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ദീസ് ആർ യൂസ്ഡ് ഇൻ സർക്യൂട്ട് ബ്രേക്കേഴ്സ്, ഇൻ ഫ്യൂസസ് എക്സെട്ര. സോ ഇതാണ് അതിൻ്റെയൊക്കെ ഫീച്ചേഴ്സും ആപ്ലിക്കേഷൻസും. നെക്സ്റ്റ് മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സ് ആണ്. സോ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഒരു ഇൻസുലേറ്റിംഗ് കോർ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു സിറാമിക് മെറ്റീരിയലിന് പുറത്ത് മെറ്റൽ കോട്ട് ചെയ്യും. മെറ്റൽ കോട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഗ്രൂവ്സ് പോലെ കട്ട് ചെയ്തെടുക്കും. എന്തെങ്കിലും ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ ഹെലിക്കൽ ഗ്രൂവ്സ് കട്ട് ചെയ്തെടുക്കും. സോ ഇതിനെയാണ് നമ്മൾ ഹെലിക്കൽ ഗ്രൂവ്സ് എന്ന് പറയുന്നത്. ഈ ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്ത് വെക്കുന്ന ഇതിനെയാണ്. ഇത് മെറ്റലാണ്. സോ ശരിക്കും ആ ഒരു ഇൻസുലേറ്ററിൻ്റെ പുറത്ത് മെറ്റൽ കോട്ട് ചെയ്തിട്ട് ദെൻ ഇങ്ങനെ ഗ്രൂവ്സ് പോലെ കട്ട് ചെയ്തെടുക്കും. സോ ഹെലിക്കൽ കട്ട് ടു റീച്ച് ദ ഡിസൈഡ് റെസിസ്റ്റൻസ് വാല്യൂ. ആ ഗ്രൂവിൻ്റെ തിക്നെസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ. ദെൻ ബാക്കി കാര്യങ്ങളൊക്കെ കോമൺ ആണ്. സോ ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ യൂസിങ് ഡെപ്പോസിഷൻ ടെക്നിക്. ഒരു ഫിലിം ഡെപ്പോസിഷൻ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ മെറ്റൽ ഫിലിമാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ദെൻ നിക്രോം ഈസ് യൂസ്ഡ് ആസ് ദ റെസിസ്റ്റീവ് മെറ്റീരിയൽ. ദെൻ ദ ഡിസൈഡ് റെസിസ്റ്റൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഡിസൈഡ് റെസിസ്റ്റൻസ് ഈസ് അച്ചീവ്ഡ് ബൈ കട്ടിങ് ഹെലിക്കൽ ഗ്രൂവ്സ് ഓൺ ദ മെറ്റൽ. ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഷേപ്പാണ് ഗ്രൂവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഹെലിക്കൽ ഗ്രൂവ് സ്ട്രക്ചറിലാണ് നമ്മൾ ഒരു റെസിസ്റ്റൻസ് ഡിസൈൻ ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. 5 ohm to 1 mega ohm. ടോളറൻസ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 0.5% ആണ്, 0.05%. ദെൻ വാട്ടേജ് റേറ്റിംഗ് 1/4 watt to 2 watt. അപ്പോൾ ഇതും സ്മോൾ സൈസ് റെസിസ്റ്റേഴ്സ് ആണ്. ദെൻ ഇത് യൂസ് ചെയ്യുന്നത് ആക്റ്റീവ് ഫിൽട്ടർ സർക്യൂട്ട്സിലാണ് ഈ ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്, മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സ്. ദെൻ ഇതുപോലെ തന്നെ നമുക്ക് പഠിക്കാവുന്ന വേറൊരു ഫിലിം ഡെപ്പോസിറ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നൊരു റെസിസ്റ്ററാണ് കാർബൺ ഫിലിം റെസിസ്റ്റർ. കൺസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് സെയിം ആണ്. അവിടെ മെറ്റലാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവിടെ
കാർബൺ ആണ്, കാർബൺ ഫിലിമാണ് ഇൻസുലേറ്റിംഗ് കോറിന് ചുറ്റും പേസ്റ്റ് ചെയ്തേക്കുന്നത്. ദെൻ ഈ ഒരു കാർബൺ നമ്മൾ ഗ്രൂവായിട്ട് കട്ട് ചെയ്തെടുക്കും. ഇവിടെ കാർബൺ ഫിലിമിനെയാണ് ഡയമണ്ട് ബ്ലേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മെറ്റൽ ഫിലിമിനെയൊക്കെ നമ്മൾ കട്ടിങ്ങിന് യൂസ് ചെയ്യുന്നത്. സോ ഈ ഗ്രൂവ്സ് കട്ട് ചെയ്യാൻ അതുപോലുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ കാർബൺ ഫിലിമാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്, ഗ്രൂവ്സ് കട്ട് ചെയ്യുന്നത് കാർബണിൻ്റെ ഗ്രൂവ്സ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത്. ദെൻ ഇതിൻ്റെ റെസിസ്റ്റൻസ് റേഞ്ച് എന്ന് പറയുന്നത് 1 ohm to 10 mega ohm ആണ്. ടോളറൻസ് ±5%. ദെൻ വാട്ടേജ് റേറ്റിംഗ് 1/8 watt, 1/4 watt, 1/2 watt. Then used for low power applications. Then it is used for high voltage power supplies. Then X-ray, radar. So ഈ ആപ്ലിക്കേഷൻസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വേരിയബിൾ റെസിസ്റ്റേഴ്സ് ആണ്. സോ ഫിക്സഡ് റെസിസ്റ്റേഴ്സിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പഠിച്ചതാണ് എന്തൊക്കെയാണ്: കാർബൺ കോമ്പോസിഷൻ, ദെൻ വയർ വൗണ്ട്, മെറ്റൽ ഫിലിം ആൻഡ് കാർബൺ ഫിലിം. നെക്സ്റ്റ് വേരിയബിൾ റെസിസ്റ്റേഴ്സിന് എക്സാമ്പിൾസ് ആണത്. ഫസ്റ്റ് വൺ പൊട്ടൻഷ്യോമീറ്റർ, അല്ലെങ്കിൽ നമ്മൾ അതിനെ പോട്ട് എന്ന് പറയും. സോ പോട്ടിൻ്റെ ഒരു സ്ട്രക്ചർ ഇവിടെ കാണിക്കാം. ഇതാണൊരു പോട്ട്. സോ ഈ ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ റെസിസ്റ്റൻസ് 3 terminal ഡിവൈസ് ആണ്. സോ വേരിയബിൾ റെസിസ്റ്റേഴ്സ് ആർ 3 terminal ഡിവൈസസ്. സോ ഇത് രണ്ടും ഫിക്സഡ് ടെർമിനൽസ് ആണ്. ഇതാണ് നമ്മുടെ വേരിയബിൾ ടെർമിനൽ. സോ 3 ലീഡ്സ് ഉണ്ട്, 2 എണ്ണം ഫിക്സഡും 1 എണ്ണം വേരിയബിൾ ആയിരിക്കും. ഈ വേരിയബിൾ ടെർമിനലിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഷാഫ്റ്റ് ആയിരിക്കും. ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് അതിനകത്തൊരു നീഡിലുണ്ട്, ആ നീഡിൽ ചേഞ്ച് ചെയ്യും. ആ നീഡിൽ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് വേരി ചെയ്യും. സോ ഇതാണ് അതിൻ്റെ ഇന്നർ സ്ട്രക്ചർ. ഇപ്പം കാണിച്ച ഫിഗറിൻ്റെ ഇന്നർ സ്ട്രക്ചറാണ്. സോ ദിസ് ഈസ് റൊട്ടേറ്റിംഗ് കോണ്ടാക്ട് ഓർ എ സ്ലൈഡർ. ബൈ റൊട്ടേറ്റിംഗ് ദ ഷാഫ്റ്റ് the slider will move around the resistive material. സോ ആ റെസിസ്റ്റൻസ് വയറിംഗ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു വയർ വൗണ്ട് ടൈപ്പ് റെസിസ്റ്റർ ആണിത്. ദെൻ നമ്മൾ ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് വാല്യൂ വിൽ ചേഞ്ച്. ഈ നീഡിൽ ഈ പോയിന്റിൽ നിന്നും ഈ ഒരു ഡയറക്ഷനിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ച് ദ റെസിസ്റ്റൻസ് വാല്യൂ വിൽ ചേഞ്ച്. ഇതാണ് നമ്മുടെ വേരിയബിൾ പോയിൻ്റ്. ഇത് രണ്ടും ഫിക്സഡ് ആണ്. ഇത് രണ്ടും ഫിക്സഡ് പോയിൻറ്റും ഇതാണ് നമ്മുടെ വേരിയബിൾ പോയിൻ്റ്. വേരിയബിൾ പോയിൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് ആ ഷാഫ്റ്റാണ്. സോ 3 terminal ഡിവൈസ് ആണ്. ദെൻ ഈ ഒരു പൊട്ടൻഷ്യോമീറ്ററിന് തന്നെ ഒരു കാർബൺ കോമ്പോസിഷൻ ടൈപ്പ് സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതും ഒരു സെയിം ടൈപ്പ് ഓഫ് പൊട്ടൻഷ്യോമീറ്റർ ആണ്. പക്ഷേ ഇവിടെ നമ്മൾ കാർബൺ കോമ്പോസിഷൻ ടൈപ്പ് സ്ട്രക്ചറാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു കാർബൺ മെറ്റീരിയലാണ്. ഇവിടെയും 3 terminals കാണാം. ഇത് രണ്ടും ഫിക്സഡ് ആണ്, ഇത് വേരിയബിൾ ആണ്. ഇവിടെ ഒരു സ്ലൈഡർ, ഈ ഒരു സ്ലൈഡർ മൂവ് ചെയ്യുന്നത് ഈ ഒരു റെസിസ്റ്റീവ് മെറ്റീരിയലിൻ്റെ പുറത്തുകൂടാണ്. ഈ സ്ലൈഡർ മൂവ് ചെയ്യുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് വാല്യൂ വിൽ ചേഞ്ച്. സോ ദിസ് ഈസ് ദ റെസിസ്റ്റീവ് മെറ്റീരിയൽ ആൻഡ് ദിസ് ഈസ് ദ സ്ലൈഡർ. ഇവിടെ റെസിസ്റ്റീവ് മെറ്റീരിയൽ എന്ന് പറയുന്നത് വയറാണ്, വയർ വൗണ്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. നമ്മുടെ അതിൻ്റെ സിമ്പലും കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ഓൾസോ കോൾഡ് പോട്ട്. 3 terminal ഡിവൈസ് ആണ്. 2 terminals are connected at the end of the resistive element and the third element connected to a sliding contact, and the rotating shaft is connected at the center of the core. So നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ കണ്ടതാണ്. ദെൻ നെക്സ്റ്റ് റിയോസ്റ്റാറ്റ് ആണ്. സോ ഈ വേരിയബിൾ റെസിസ്റ്റേഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞ പൊട്ടൻഷ്യോമീറ്ററിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ പറയുവാണെങ്കിൽ നമ്മളിതിന് ട്യൂണിങ് പർപ്പസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Then it is used in radio receivers, TV receivers. So ഈ ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ മെയിനായിട്ടും പൊട്ടൻഷ്യോമീറ്റേഴ്സ് യൂസ് ചെയ്യാറുള്ളത്. ദെൻ റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത് ഹൈ പവർ ആപ്ലിക്കേഷനാണ്. അതിൻ്റെ സൈസ് കാണും, വലിയ സൈസുള്ള വേരിയബിൾ റെസിസ്റ്റേഴ്സ് ആണ്. യൂസ് ടു കൺട്രോൾ കറണ്ട്. Then these are used for high power applications. വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ് ആണ് റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ അറിയാം. സോ ദിസ് ഈസ് ഫിക്സഡ് പോയിൻറ്റ്. ഇതൊരു ഫിക്സഡ് പോയിൻ്റ് ആണ്, ഇതും ഒരു ഫിക്സഡ് പോയിൻ്റ് ആണ്. ദെൻ ഇവിടുത്തെ വേരിയബിൾ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. സോ 2 fixed point and 1 variable point. The variable point is controlled by the slider.
സോ ഈ സ്ലൈഡർ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ റെസിസ്റ്റൻസ് വേരി ചെയ്യും. സോ അതാണ് ഈ ഒരു റിയോസ്റ്റാറ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ സ്ലൈഡർ ഈ ഒരു മെറ്റീരിയൽ, റെസിസ്റ്റീവ് മെറ്റീരിയലിൻ്റെ പുറത്തുകൂടാണ് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്നത്. സോ ഈ ടെർമിനൽ ബി ആണ് അത് കൺട്രോൾ ചെയ്യുന്നത്, വേരിയബിൾ ടെർമിനൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രീസെറ്റ് ആണ്. ഇതൊരു പൊട്ടൻഷ്യോമീറ്റർ ആണ് ശരിക്കും പ്രീസെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ആപ്ലിക്കേഷൻസ് വെയർ വേരിയേഷൻസ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് നോട്ട് ഡൺ ഫ്രീക്വൻ്റ്ലി. നമ്മൾ ടി വി റിസീവേഴ്സിലൊക്കെ ലൈൻ ഫ്രീക്വൻസി ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പൊട്ടൻഷ്യോമീറ്റർ ആണ്. പക്ഷേ ഇവിടെ നമ്മൾ ഷാഫ്റ്റ് ഒന്നുമില്ല, നമ്മളിവിടെ ഒരു സ്ക്രൂ ഡ്രൈവർ പൊസിഷൻ ഉണ്ട്. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്ക്രൂ ഡ്രൈവർ വി ആർ ചേഞ്ചിങ് ദ റെസിസ്റ്റൻസ് വാല്യൂ. സോ അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി വേരി ചെയ്യുന്ന ആപ്ലിക്കേഷൻസിന് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിസ്റ്റൻസ് ആപ്ലിക്കേഷന് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അതിനാണ് നമ്മൾ പ്രീസെറ്റ് ഉപയോഗിക്കുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ആപ്ലിക്കേഷൻസ് വെയർ ദ വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഈസ് നോട്ട് ഡൺ ഫ്രീക്വൻ്റ്ലി, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വേരിയേഷന് നമുക്ക് പ്രീസെറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. So it is a kind of potentiometer having a metallic wiper that can be moved with the help of a screwdriver. So application TV receiversലൊക്കെ ലൈൻ ഫ്രീക്വൻസി സെറ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ പ്രീസെറ്റ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇത് മൂന്നുമാണ് മെയിനായിട്ടുള്ള വേരിയബിൾ റെസിസ്റ്റേഴ്സ്. സോ നമ്മൾ ഫിക്സഡ് ടൈപ്പും വേരിയബിൾ ടൈപ്പ് റെസിസ്റ്റേഴ്സും കണ്ടു. ഇതിൻ്റെ ആപ്ലിക്കേഷൻസും ദെൻ അതിൻ്റെ സ്പെസിഫിക്കേഷൻസും ഒക്കെ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് വാല്യൂസ് ഓഫ് റെസിസ്റ്റേഴ്സ്. സോ റെസിസ്റ്റേഴ്സ് ജനറലി ഓം, കിലോ ഓം ആൻഡ് മെഗാ ഓം റേഞ്ചിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതിൻ്റെ കുറച്ച് സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. 1, 1.2, 1.5, 1.8, 2.2 ഇതെല്ലാം ഓമിൽ അവൈലബിൾ ആയിട്ടുള്ള റെസിസ്റ്റേഴ്സ് ആണ്. ദെൻ കിലോ ഓമിൽ അവൈലബിൾ ആയിട്ടുള്ള റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ദെൻ മെഗാ ഓമിൽ കൊടുത്തിരിക്കുന്ന വാല്യൂസ് ആണ്. സോ 22 മെഗാ ഓം ആ റേഞ്ചിലേക്കുള്ള റെസിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. ഇതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് വാല്യൂസ് ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് കളർ കോഡിങ് ഓഫ് റെസിസ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. നമുക്ക് ആ ഒരു കോഡൊക്കെ അറിയാവുന്നതാണ്. BB, റോയ്, ഗ്രേറ്റ് ബ്രിട്ടൻ, ആ ഒരു കോഡിൽ നമ്മളിത് പഠിച്ചു വെക്കാവുന്നതേ ഉള്ളൂ. സോ ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ്, ഗോൾഡ്, സിൽവർ. സോ നമുക്കതിന് എന്തെങ്കിലും ഒരു കോഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഓർഡർ പഠിച്ചു വെക്കുക. സോ ഫസ്റ്റ് ബ്ലാക്ക്, ബ്രൗൺ ആണ്. നെക്സ്റ്റ് ഇത് കൺഫ്യൂഷൻ ഉണ്ടാവരുത്, ബ്ലാക്ക്, ബ്രൗൺ. സോ ഫസ്റ്റ് ലെറ്റർ B തന്നെയാണ്. ദെൻ നെക്സ്റ്റ് L ആണ്. L കഴിഞ്ഞിട്ടാണ് R. ആൽഫബറ്റിക് ഓർഡർ വെച്ച് ആലോചിച്ച് തന്നെ ബ്ലാക്ക്, ബ്രൗൺ, ബ്ലാക്ക് കഴിഞ്ഞിട്ടാണ് ബ്രൗൺ. ദെൻ വീണ്ടും നമുക്കൊരു B വരുന്നുണ്ട്. സോ ബ്ലാക്ക്, ബ്രൗൺ, പിന്നീടാണ് ബ്ലൂ വരുന്നത്, അത് ഓർത്ത് വെച്ചേക്കുക. ദെൻ ഗ്രീനും വരുന്നുണ്ട്, ഗ്രേയും വരുന്നുണ്ട്, അതും വേണേൽ ഓർത്ത് വെച്ചേക്കാം. GREE, ദെൻ GREY. സോ ആൽഫബറ്റിക് ഓർഡറിൽ ഗ്രീൻ കഴിഞ്ഞായിരിക്കും ഗ്രേ വരുന്നത്. സോ ദെൻ ഡിജിറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ബ്ലാക്കിന് നമ്മൾ 0th ഡിജിറ്റ്, ദെൻ 1, 2, 3, 4, 5, 6, 7, 8, 9 ഈ രീതിയിലാണ്. മൾട്ടിപ്ലെയർ എന്ന് പറയുമ്പോൾ ആ ഡിജിറ്റ് വെച്ചിട്ടാണ് 10⁻0, 10⁻1, 10⁻2 ഈ രീതിയിലാണ്. പക്ഷേ ഇവിടെ ഗോൾഡും സിൽവറും വരുമ്പോൾ മൾട്ടിപ്ലെയർ 10⁻⁻1, 10⁻⁻2. ദെൻ ടോളറൻസ് മെയിൻലി നമ്മൾ പഠിക്കുന്നത് 5, 10, 20 ആണ്. പക്ഷേ ഒരു എക്സാമിനേഷന് റെഡിൻ്റെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, റെഡ് വെച്ചിട്ട്. അപ്പം സോ മാക്സിമം ടോളറൻസ് വാല്യൂസ് നമ്മൾ പഠിച്ചു വെക്കുക, പ്രോബ്ലംസ് വരും. ദെൻ സെയിം കാര്യം തന്നെയാണിത്. നമ്മളതിൻ്റെ മാർക്കിംഗ് പറയുവാണെങ്കിൽ ഫസ്റ്റ് കളർ ഇൻഡിക്കേറ്റ്സ് ദ ഫസ്റ്റ് ഡിജിറ്റ്. സോ ഫസ്റ്റ് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഡിജിറ്റിനെയാണ്. ദെൻ സെക്കൻഡ് കളർ ഇൻഡിക്കേറ്റ്സ് ദ സെക്കൻഡ് വാല്യൂ, സെക്കൻഡ് ഡിജിറ്റ്. ആൻഡ് ദ തേർഡ് കളർ ഇൻഡിക്കേറ്റ്സ് ദ മൾട്ടിപ്ലയർ. ആൻഡ് ദ ഫോർത്ത് കളർ ഇൻഡിക്കേറ്റ്സ് ദ ടോളറൻസ്. ഈ രീതിയിലാണ് അതിൻ്റെ മാർക്കിംഗ് പറയുന്നത്. സോ അവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ബ്രൗൺ, ബ്ലാക്ക്, ഓറഞ്ച് ആൻഡ് ഗോൾഡൻ. സോ ബ്രൗൺ മീൻസ്, ബ്രൗൺ നോക്കിയാൽ മതി, ഫസ്റ്റ് ഡിജിറ്റ് 1 ആണ്. സോ ബ്രൗൺ മീൻസ് ഫസ്റ്റ് ഡിജിറ്റ് ഈസ് 1. Black means second digit is 0. So first color indicates first digit, second color indicates second digit. So 1, 0. Orange എന്ന് പറയുന്നത് തേർഡ് കളറാണ്. സോ ഇറ്റ് ഈസ് എ മൾട്ടിപ്ലെയർ. സോ 10 × 10 പവർ. ഓറഞ്ച് എന്ന് പറയുന്നത് ഓറഞ്ച്
ഓറഞ്ച് എന്ന് പറയുന്നത് 3 ആണ്, 10⁻³ ആണ്. സോ 10 × 10⁻³ ഓം ഇതായിരിക്കും റെസിസ്റ്റൻസ് വാല്യൂ. ഗോൾഡൻ കളറാണ് തന്നിരിക്കുന്നത്. സോ ഫോർത്ത് കളർ ഇൻഡിക്കേറ്റ്സ് ടോളറൻസ്. സോ അതിൻ്റെ ആൻസർ ±5%. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. സോ ഒന്നുകൂടി ഞാൻ എഴുതാം. ബ്രൗൺ ആണ് ഫസ്റ്റ് കളർ, സോ 1. ബ്ലാക്ക് ആണ് സെക്കൻഡ് കളർ, സോ 0. Then third color is orange, that is a multiplier, that is 10⁻³ Orange is 3, 10⁻³ ± fourth color is tolerance. Tolerance is golden color, so golden means tolerance is 5%. So ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. യൂണിറ്റ് ഓം ആണ്, 10⁻³ ഓം. 10 × 10⁻³ ഓം എന്നാണ് റെപ്രസെൻ്റ് ചെയ്തത്. ദെൻ ±5%. ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത്. ദെൻ ഇത് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗീവ് ദ സ്പെസിഫിക്കേഷൻ ഓഫ് എ റെസിസ്റ്റർ. സോ ഗീവ് അല്ല, ഗിവൺ ആണ്. ഗിവൺ ദ സ്പെസിഫിക്കേഷൻസ് ഓഫ് എ റെസിസ്റ്റർ. ദ കളർ ബാൻഡ്സ് മാർക്ക്ഡ് ഓൺ ദ റെസിസ്റ്റർ ആർ ബ്ലൂ ആണ് ഫസ്റ്റ് കളറായിട്ട് തന്നേക്കുന്നത്. ദെൻ ഗ്രേ ആണ്, ദെൻ യെല്ലോ ആണ്, ദെൻ ലാസ്റ്റ് ഗോൾഡ്. ഇതാണ് നമുക്ക് തന്നേക്കുന്ന കളറ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് റെസിസ്റ്റൻസ് വാല്യൂ മാത്രമല്ല, അതിൻ്റെ മിനിമം മാക്സിമം വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ബ്ലൂ ഇൻഡിക്കേറ്റ്സ് ദ ഫസ്റ്റ് കളർ. സോ ബ്ലൂ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കളർ ബ്ലൂ മീൻസ് ദ വാല്യൂ 6. സോ വി വിൽ റൈറ്റ് 6. ദെൻ ഗ്രേ. ഗ്രേ ഇൻഡിക്കേറ്റ് സെക്കൻഡ് കളർ. സോ ഗ്രേ എന്ന് പറയുന്നത് 8 ആണ്. സോ അവിടെ നമ്മൾ 8 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ 68 എന്ന് കിട്ടി. ദെൻ തേർഡ് കളർ ഇൻഡിക്കേറ്റ്സ് ദ മൾട്ടിപ്ലയർ. സോ തേർഡ് കളർ യെല്ലോ ആണ്. യെല്ലോ മീൻസ് പവർ 4, 10⁻⁴. സോ 68 × 10⁻⁴. ദെൻ ഗോൾഡ്. ഗോൾഡിൻ്റെ ടോളറൻസ് ആണ് എഴുതേണ്ടത്. ഫോർത്ത് കളർ ±5%. സോ ±5%. സോ ഇതാണ്, ഇത്രയും ഓം ആണ്. സോ ഇതാണ് റെസിസ്റ്റൻസ് വാല്യൂ. ഇതിന് ഞാൻ ഇങ്ങനെ എഴുതാം, 680 കിലോ ഓം എന്ന് എഴുതാം. സോ 680 × 10⁻³ എന്ന് വെച്ചാൽ 680 കിലോ ഓം ±5%. ഇതാണ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. ക്വസ്റ്റ്യനിൽ പക്ഷേ റെസിസ്റ്റൻസ് വാല്യൂ എന്നല്ല ചോദിച്ചിരിക്കുന്നത്, മിനിമം ആൻഡ് മാക്സിമം വാല്യൂ എന്നാണ്. സോ ഞാൻ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ ഈ 680 ഓമിൻ്റെ 5% കണ്ടുപിടിക്കുവാണ്. 680 കിലോ ഓമിൻ്റെ 5%. സോ 5/100. സോ 5/100 നമ്മൾ ചെയ്യുമ്പോൾ 0 0 ക്യാൻസൽ. 68 × 5/100 ആ വാല്യൂ എന്ന് പറയുന്നത് 34K എന്ന് വരും. 34 കിലോ ഓം. സോ ഈ 34 കിലോ ഓം 680 കിലോ ഓമിൻ്റെ 5% കണ്ടുപിടിച്ചിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് മാക്സിമം റേഞ്ച്, മിനിമം റേഞ്ച് അല്ലെങ്കിൽ അപ്പർ റേഞ്ച്, ലോവർ റേഞ്ച് കണ്ടുപിടിക്കാം. ഈ 680 കിലോ ഓമിൻ്റെ കൂടെ പ്ലസ് 34 കിലോ ഓം ഡിറ്റർമിൻ അത് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അപ്പർ റേഞ്ച് കിട്ടും. 680 + 34 മീൻസ് 714 കിലോ ഓം. ഇതാണ് നമ്മുടെ അപ്പർ റേഞ്ച്. ദെൻ ലോവർ റേഞ്ച് അല്ലെങ്കിൽ മിനിമം റേഞ്ച് കണ്ടുപിടിക്കാൻ 680 കിലോ ഓം -34 കിലോ ഓം. സോ ഈ വാല്യൂ എന്ന് പറയുന്നത് 646 കിലോ ഓം ആണ്. സോ ദ വാല്യൂ ranges from 646 കിലോ ഓം to 714 കിലോ ഓം. ഇതാണ് അപ്പർ റേഞ്ച്, ഇതാണ് ലോവർ റേഞ്ച്. ഈ രീതിയിലാണ് നമ്മൾ റേഞ്ച് ഡിറ്റർമിൻ ചെയ്യുന്നത്. റേഞ്ച് ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മിനിമം, ലോവർ റേഞ്ച് അല്ലെങ്കിൽ അപ്പർ റേഞ്ച്, ലോവർ റേഞ്ച്, ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വേണം സോൾവ് ചെയ്യാൻ. ഇതൊരു നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇതൊരു പ്രീവിയസ് 2015 സ്കീമിൽ ചോദിച്ചിട്ടുള്ള ഒരു കളർ കോഡിംഗ് ക്വസ്റ്റ്യൻ ആണ്. സോ റൈറ്റ് ഡൗൺ ദ കളർ കോഡ് ഫോർ എ ഗിവൺ റെസിസ്റ്റർ. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്, 47 കിലോ ഓം വിത്ത് എ ടോളറൻസ് ഓഫ് 10%. അപ്പോൾ നേരത്തെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ വാല്യൂ തന്നിട്ട് കളർ കണ്ടുപിടിക്കാനാണ്. സോ 47 കിലോ ഓം മീൻസ് 47 കിലോ ഓമിനെ നമ്മൾ ഓമിൽ അങ്ങ് എക്സ്പ്രസ് ചെയ്യുക. ദാറ്റ് ഈസ് 47 × 10⁻³ ±10%. അപ്പോൾ ഇത് ഓമിലായി. ഇനി നമുക്ക് കളർ കോഡിങ് കണ്ടുപിടിക്കാം. സോ 4 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഡിജിറ്റ്. 4 എന്ന് പറയുന്നത് യെല്ലോ ആണ്.
So first color indicates the first digit, so yellow. Next 7 ആണ്. 7 എന്ന് പറയുന്നത് violet ആണ്, so yellow. Second color is violet. Then 10 to the power 3, so third color multiplier ആണ്, so 3 ആണ് അതിൻ്റെ പവർ വന്നിരിക്കുന്നത്. So 3 എന്താ നോക്കാം. 3 orange ആണ്, so orange. Then fourth color 10% tolerance ആണ് തന്നിരിക്കുന്നത്. ടോളറൻസ് 10% വരുന്നത് വൈറ്റിനാണ്. സോ ടോളറൻസ് 10% ടോളറൻസ് വരുന്നത് വിച്ച് മീൻസ് സിൽവർ. ഇവിടെ സിൽവർ ആണ് നമ്മുടെ 10% ടോളറൻസ് തരുന്നത്. അത് തന്നെയാണ് വൈറ്റ് എന്ന് ഉദ്ദേശിച്ചത്. സോ ഇറ്റ് ഈസ് സിൽവർ 10% ടോളറൻസ് തരുന്ന വാല്യൂ. സോ ഈ രീതിയിലാണ് നമ്മൾ കളർ കോഡിങ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ഒരു പ്രീവിയസ് 2015 സ്കീമിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഈ രണ്ട് ടൈപ്പും അറിഞ്ഞിരിക്കണം. റെസിസ്റ്റൻസ് വാല്യൂ കണ്ടുപിടിക്കാനും റെസിസ്റ്റൻസ് വാല്യൂയിൽ നിന്നും കളർ കോഡിങ് കണ്ടുപിടിക്കാനുമുള്ള പ്രോബ്ലംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ കപ്പാസിറ്റേഴ്സും അതിൻ്റെ ടൈപ്സ്, കളർ കോഡിങ്, സ്പെസിഫിക്കേഷൻസ് ഇതൊക്കെ നമ്മൾ അടുത്ത ലെക്ചറിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.